സമീക്ഷയിലെ അംഗങ്ങൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് 4 മേഖലകളിലാണ്. ഒന്നാമത്തെ മേഖല മതസമന്വയം പരിപോഷിപ്പിക്കുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാ മാസത്തിൻ്റെയും 2ാമത്തെ ശനിയാഴ്ചകളിൽ ഒരു ധർമ്മസമീക്ഷ എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. ഒരു മതത്തിൻ്റെ ആചാര്യൻ മറ്റൊരു മതത്തിലെ പുണ്യഗ്രന്ഥം ആദരവോടുകൂടി അവതരിപ്പിക്കുക. അതാണ് സമീക്ഷയിൽ ചെയ്യുന്നത്. ആദരവിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധിതരാണ് ഞങ്ങൾ. അതുകൂടാതെ വർഷത്തിൽ പല പ്രാവശ്യം ഷൗക്കത്ത് എന്ന് പറയുന്ന ഇസ്ലാം ആചാര്യൻ മൗനപൂർവം എന്ന ധ്യാനം നടത്തുന്നുണ്ട്. ഭഗവത്ഗീതയെ ആസ്പദമാക്കി ഞാൻ 3 ദിവസത്തെ മെഡിറ്റേഷൻ കോഴ്സസ് പലപ്പോഴും ചെയ്യുന്നുണ്ട്. മതസൗഹാർദ്ദം, മതസമന്വയം പരിപോഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രീതികൾ അവയാണ്. 2ാമത്തെ ഒരു മേഖല അൽമേനികൾക്ക് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. പ്രബുദ്ധരായ അൽമായ നേതൃത്വം സഭയ്ക്കും സമുദായത്തിനും മുതൽക്കൂട്ടാണല്ലോ. 24 വിഷയങ്ങൾ പഠിക്കും 2 വർഷത്തിലൂടെ. പലപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉണ്ടാകുന്നത്. മാസത്തിൽ ഒരു വിഷയം നന്നായിട്ട് പഠിപ്പിക്കുക എന്നതാണ് പരിപാടി. 24 വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പൂനായുടെ JDയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. 3ാമത്തെ ഒരു മേഖല ആത്മമിത്ര എന്ന് പറയും. കൗമാരപ്രായക്കാർക്ക് ഉള്ള കൗൺസിലിംഗ് സെൻ്ററാണ് അത്. ആത്മമിത്ര പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. NLP പോലെയുള്ള പരിപാടികൾ. കൗമാരപ്രായക്കാർക്ക് വളരെയേറെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. മൊബൈൽ അഡിക്ഷൻ തുടങ്ങി. അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പര്യാപ്തമാണ് ആത്മമിത്രയിലെ പരിപാടികൾ. 4ാമത്തെ ഒരു മേഖല അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിലാണ് സേവനരംഗം. ജീവിക എന്ന് പറയും. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് വേണ്ടത്ര വേതനം ലഭിക്കാതെ വന്നാൽ ജീവിക ഇടപെടും. അങ്ങനെ ജീവികയുടെ ഇടപെടൽ കൊണ്ട് വളരെയേറെ കുടുംബങ്ങൾ സഹായം കിട്ടിയിട്ടുണ്ട്. ഇവ 4ഉമാണ് സമീക്ഷയിലെ സേവന രംഗങ്ങൾ.